ഫ്രണ്ട്സ്, നമുക്കൊരു 30 ഏക്കർ പാടത്തിൻ്റെ നടുക്കി ഒരു സ്റ്റേ അടിച്ചാലോ? അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. സോ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കറക്റ്റ് ആക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയാലോ? 30 ഏക്കർ വരുന്ന ഒരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ ഹോം സ്റ്റേ വരുന്നത്. കളംബൈ ഗോകുലം എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. നിങ്ങൾക്കറിയാലോ, പണ്ട് എല്ലാവരും പറയുന്ന പോലെ ഈ കളം എന്ന് പറയുന്നത് ഈ നെല്ലെല്ലാം കൂട്ടിയിടാൻ വേണ്ടി പണ്ട് കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തൊരു സ്ഥലമാണെന്നൊക്കെയല്ലേ പറയാം. ഇത് ശരിക്കും ഒരു തറവാട് സെറ്റപ്പുള്ളൊരു ട്രഡീഷണൽ ഹോം സ്റ്റേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീനറിയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഗൈസ് ഇത്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ്. സോ അത് ഓപ്പൺ ചെയ്ത് ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കാണുന്നത് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ലൈഫിൽ നിന്ന് ശരിക്കും ഒരു ഗ്യാപ്പ് എടുത്ത് വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണിത്. അതുപോലെ തന്നെ ഒരു സൺറൈസും എല്ലാം കാണാൻ പറ്റി. ഞാനിത് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അത് ക്യാമറയിൽ അതേ ഫീലിൽ എടുക്കാനായിട്ട് കഴിയില്ല. അത് നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് ഫീൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ സൺറൈസൊക്കെ ഇതുപോലെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിപൊളി ഫീലാണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റിയൊരു അടിപൊളി കിടു സ്പോട്ടാണ് ഗൈസ് ഇത്. ഇതാണ് അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ ഗൈസ് ലക്ഷറി ലൈഫ് എന്നൊക്കെ പറയുന്നത്. നമ്മളും ഇതൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പോട്ടിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും അതൊരു കിടു ഫീലായിരിക്കും. ഇപ്പോഴതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് നെല്ലിയാമ്പതി പോണിച്ച വെറും 32 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. അതുപോലെ തന്നെ കൊല്ലങ്കോട് കവർ ചെയ്യുകയാണെങ്കിലും 16 കിലോമീറ്റർ വരുന്നുള്ളൂ. സോ ഒരു 1 ഹവറിൽ നമുക്ക് എല്ലായിടത്തും പോയി വരാൻ പറ്റുന്ന അടുത്താണ് ഈ സ്പോട്ട് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ തറവാട് ടൈപ്പാണ് ഈ വീട് വരുന്നത്. വരാന്തയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ട് കാലത്തെ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് ശരിക്കും വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വരാന്തയും അതുപോലെ തന്നെ ഒരു പഴയ ഡോറെല്ലാം കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു 16 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യണം എന്നുണ്ടെച്ചാൽ മസ്റ്റായിട്ട് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക. ഒരു അടിപൊളി സ്പോട്ടായിരിക്കും ഇത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസും ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു യാത്ര പോകുന്നത് ശരിക്കും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് മാറി നിന്ന് ഒരു പ്രൈവസി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും എല്ലാവരും പോകുന്നത്. പ്രൈവസിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടില്ലാത്ത സ്ഥലമാണിത്. നമ്മളിപ്പോൾ ഒരു ഫാമിലിയോ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സും ആയിട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സ്പേസിൽ. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുമോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും. ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട. ഇവിടെ കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് ഹാളുണ്ട്. പിന്നെ സൈക്ലിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് സൈക്ലിംഗ് ചെയ്യാം. അതുപോലെ തന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ 4 ബെഡ്റൂം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേയും കൂടിയാണ്. സോ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ലോണം റിലാക്സ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടും കൂടിയാണിത്. ആ ബെഡ്റൂമിനകത്തും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പണ്ടുള്ള തറവാട് വീടുകളൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഡോറുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും കണ്ടിരിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു. പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സെറ്റപ്പ് ആയതുകൊണ്ട് ഈ മുകളിൽ ഈ മച്ചുള്ളതുകൊണ്ട് ഒട്ടും ചൂട് ഫീൽ ചെയ്തില്ല. പിന്നെ AC ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് വളരെ കംഫർട്ടായിരുന്നു അവിടെ താമസിക്കാനായിട്ടും. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് ട്രിപ്പ് പോലെ തന്നെ ബഡ്ജറ്റായിരിക്കും അല്ലേ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു സ്പോട്ടാണിത്. സോ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് നമുക്കിവിടെ താമസിക്കാനും പറ്റും, എൻജോയ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ബഡ്ജറ്റും അഫോർഡബിളാണ്. പിന്നെ ഇവിടെ കോംപ്ലിമെൻ്ററി കൊടുക്കുന്നത് ക്യാമ്പ് ഫയർ ആണ്. അതുപോലെ തന്നെ ബാർബിക്യൂ ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരും ബാഗ് പാക്ക് ചെയ്യുക, ഇങ്ങോട്ട് പോരുക, എൻജോയ് ചെയ്യുക. ഇതാണ് നമുക്ക് ശരിക്കും അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് എൻജോയ് ചെയ്തത്. ഇവിടെ നിന്ന് നേരെ പുറത്ത് പോകുമ്പോൾ അതിന് സൈഡായിട്ട് പുഴയും അരുവിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾ വരികയാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് അങ്ങോട്ടും പോകണം. തീരെ ഇച്ചിരി ലോങ്ങായി പോയെന്നറിയാം, പക്ഷേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ പോയ പ്ലേസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത് ഞങ്ങൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഉള്ള ഒരു കുഞ്ഞു ക്ലിപ്പാണ്. എനിക്ക് ശരിക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു.
സോ നിങ്ങൾ ഇതുപോലെ പോവുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം